Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Yeah, good afternoon. Okay. തുടങ്ങാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഇവിടെ വരെ അബ്രിവിയേഷൻസ് ഒക്കെ പറഞ്ഞു അല്ലേ? അബ്രിവിയേഷൻസ് എനിക്ക് തോന്നുന്നു 96 വരെയാണ് നമ്മള് പനി മാറിയെന്ന്. പനി മാറിയെന്ന് വെച്ചാണ് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇപ്പൊ ഒരു അവധി കിട്ടിയില്ലോ ആകസ്മികമായിട്ട്. അത് നന്നായി. കാരണം ഇന്നലെ ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ പറ്റി. വീട്ടിൽ കിടപ്പായിരുന്നു ശരിക്കും. കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണേണ്ടി വരും. വരാതിരിക്കട്ടെ. 96 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. ഫാരൻഹീറ്റ് അല്ലെ, ഡിഗ്രീസ് ഫാരൻഹീറ്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജ് എന്ന് പറയുന്നത് പേജിൽ എത്ര തൊട്ടാണ്? 97 തൊട്ടാണ് കേട്ടോ. 97 തൊട്ട് 120 വരെയാണ്, 120 വരെയുള്ള പേജാണ്. നമുക്ക് വായിക്കാം, എന്നിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് വൺ വരുന്നത് FiO2. ഓക്കെ, FiO2 എന്താണ്? FiO2 ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ എന്നാണ് കേട്ടോ. ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പെർസെന്റേജ് ഓഫ് ഓക്സിജൻ ആണ് കേട്ടോ. പേഴ്സൺ ഇൻഹെയിൽസ്, അതായത് ഒരു പേഴ്സൺ, ഒരു വ്യക്തി അവര് ശ്വസിക്കുന്ന, ഇൻഹെയിൽ ചെയ്യുന്ന ഓക്സിജന്റെ ആ ഒരു പെർസെന്റേജ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പെർസെന്റേജ് ഓഫ് ഓക്സിജൻ ദാറ്റ് എ പേഴ്സൺ ഇൻഹെയിൽസ് അല്ലെ, അതായത് ഒരു പേഴ്സൺ ഇൻഹെയിൽ ചെയ്യുന്ന, അകത്തേക്ക് എടുക്കുന്ന ഓക്സിജന്റെ പെർസെന്റേജ്. ഓക്കെ, അടുത്തതാണ് FBS. എന്താണ് എക്സ്പാൻഷൻ? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. എന്താണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ? നമ്മള് ഭക്ഷണത്തിന് മുമ്പായിട്ട് എടുക്കില്ലേ ബ്ലഡ്, മറ്റേ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെ കേട്ടോ. മിക്കവാറും ഓവർനൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മോർണിംഗിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക അല്ലെ. അതിനെന്താ നമ്മൾ പറയാ? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, FBS. അടുത്തതാണ് FE. എന്താണ്? അയൺ ആണ് കേട്ടോ. അയണിന്റെ സിമ്പൽ ആണ് Fe. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാൽസ്യം പഠിച്ചിരുന്നു അല്ലെ. ക്യാപിറ്റൽ C സ്മോൾ ലെറ്റർ CA, അത് കാൽസ്യം. അതുപോലെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ക്ലോറൈഡ് പഠിച്ചു അല്ലെ. സിയും എല്ലും, C ക്യാപിറ്റല് സ്മോൾ ലെറ്റർ L, ക്ലോറൈഡ്. അതുപോലെ നമുക്ക് പഠിക്കാനുള്ളതാണ് Fe കേട്ടോ. ഇതിന്റെ സിമ്പൽ ആണ് അയൺ ആണ്, ഇരുമ്പ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് FHR. എന്താണ് FHRന്റെ എക്സ്പാൻഷൻ? ഫീറ്റൽ ഹാർട്ട് റേറ്റ് എന്നാണ് കേട്ടോ. ഫീറ്റൽ ഹാർട്ട് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഗർഭാശയ കുഞ്ഞിന്റെ ഹൃദയ സ്പന്ദനമാണ് കേട്ടോ. ഫീറ്റൽ ഹാർട്ട് റേറ്റ്, ഗർഭാശയത്തിൽ ഇരിക്കുന്ന കുഞ്ഞിന്റെ എന്താണ്? ഹാർട്ട് റേറ്റ് കേട്ടോ. ഹൃദയ സ്പന്ദന നിരക്കാണ് ഉദ്ദേശിക്കുന്നത്, റേറ്റ്. ഓക്കെ, അടുത്തതാണ് FHT. എന്താണ്? ഫീറ്റൽ ഹാർട്ട് ടോൺസ് എന്നാണ് കേട്ടോ. ഫീറ്റൽ ഹാർട്ട് ടോൺസ്. അപ്പൊ എനിക്കൊരു സംശയമാണ്, ഈ റേറ്റും ടോണും തമ്മിൽ എന്താ ഈ വ്യത്യാസം അല്ലെ? രണ്ട് ഫീറ്റലിന്റെ ഹാർട്ട് റേറ്റും, ഒരെണ്ണം ഫീറ്റൽ ഹാർട്ട് റേറ്റ് ആണ്, ഒരെണ്ണം ഫീറ്റൽ ഹാർട്ട് ടോൺസ് ആണ് അല്ലെ. റേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയോ? ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന ഹൃദയസ്പന്ദനത്തിന്റെ നിരക്ക്, ബീറ്റുകളുടെ എണ്ണം കേട്ടോ, BPM എന്ന് പറയും. ഹാർട്ട് ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, അതാണ് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സൗണ്ട്സ് ആണ്, സൗണ്ട് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഹാർട്ട് ബീറ്റ്. ആ ഹാർട്ട് ബീറ്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ട് ഉണ്ട്. ഇപ്പൊ യൂഷ്വലി ദാറ്റ് ഈസ് ഹേർഡ് ത്രൂ എ സ്റ്റെതസ്കോപ്പ്. നമ്മൾ പൊതുവെ ഒരു സ്റ്റെതസ്കോപ്പ് വെക്കുമ്പോൾ ആ ഹാർട്ട് ബീറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ സൗണ്ട് ഉണ്ടല്ലോ, അതാണ് പൊതുവെ ടോൺ എന്ന് പറയുന്നത് കേട്ടോ. ടോൺസ്. ഓക്കെ, റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന എന്താണ് ഹൃദയത്തിന്റെ ആ ബീറ്റിങ്ങിന്റെ എണ്ണമാണ് കേട്ടോ റേറ്റ്. ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ സൗണ്ട് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഹാർട്ട് ബീറ്റ്, യൂഷ്വലി ഹേർഡ് ത്രൂ എ സ്റ്റെതസ്കോപ്പ്
കേട്ടോ. ഓക്കെ, അപ്പൊ FHT എന്താണ്? ഫീറ്റൽ ഹാർട്ട് ടോൺ ആണ് കേട്ടോ. അതായത് ഗർഭാശയ കുഞ്ഞിന്റെ ഹൃദയസ്പന്ദനത്തിന്റെ ആ ശബ്ദം ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് FHX കേട്ടോ. സ്മോൾ ലെറ്റർ എക്സ് ആണ് FHX. എന്താണ്? ഫാമിലി ഹിസ്റ്ററി എന്നാണ് കേട്ടോ. ഫാമിലി ഹിസ്റ്ററി എവിടെയായിരിക്കും നമ്മളത് കൂടുതൽ ഉപയോഗിക്കാം? നമ്മള് എന്താ പറയാ, അസുഖങ്ങളൊക്കെ ആയിട്ട് പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ അവരോട് ഫാമിലി ഹിസ്റ്ററിയെ പറ്റി, ഹിസ്റ്ററി ഫാമിലിയിൽ ആർക്കെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് പൊതുവെ ഡോക്ടേഴ്സ് അല്ലെ. ഓക്കെ, FHX എന്താണ്? ഫാമിലി ഹിസ്റ്ററി ആണ് ട്രാൻസ്ഫങ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് FIL കേട്ടോ. FL എന്താണ്? ഫെംറ്റോലിറ്റർ എന്നാണ്. ഫെംറ്റോലിറ്റർ എന്താണത്? ഇറ്റ് ഇസ് ദ യൂണിറ്റ് ഓഫ് ദ മെഷർമെന്റ് ഓഫ് വോളിയം. ഓക്കെ, നമ്മൾ വോളിയം ഉണ്ടല്ലോ, വ്യാപ്തം, അതിന്റെ തന്നെ ഒരു യൂണിറ്റ് ആണ് കേട്ടോ ഫെംറ്റോലിറ്റർ. പക്ഷേ ഇവിടെ ഫെംറ്റോലിറ്റർ പൊതുവെ നമ്മൾ ഇതിന്റെ വോളിയം അളക്കാനെന്ന് ഉപയോഗിക്കുക ബ്ലഡ് സെല്ലിന്റെ വോളിയംസ് ആണ് കേട്ടോ. ബ്ലഡ് സെല്ലുകളിലെ രക്തകോശങ്ങളിലെ RBC, WBC, പ്ലേറ്റ്ലെറ്റ്, അങ്ങനെയുള്ള ബ്ലഡ് സെല്ലുകളുടെ വോളിയം മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്ത്? ഫെംറ്റോലിറ്റർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വോളിയത്തിന്റെ മറ്റൊരു യൂണിറ്റ് പഠിച്ചിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടാവും. ക്യൂബിക് സെന്റിമീറ്റർ അല്ലെ, CM ക്യൂബ് അല്ലെങ്കിൽ സ്മോൾ CC, രണ്ടും തന്നെയാണ് ക്യൂബിക് സെന്റിമീറ്റർ ആണ്, വോളിയത്തിന്റെ യൂണിറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഫെംറ്റോലിറ്റർ എന്ന് പറയുന്നതും ഇറ്റ് ഇസ് ദ എന്താ പറയുക യൂണിറ്റ് ഓഫ് ദ മെഷർമെന്റ് ഓഫ് വോളിയം തന്നെയാണ്. പിന്നെ ഇവിടെ കൂടുതൽ ബ്ലഡ് സെൽ വോളിയംസിനെയൊക്കെ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് കേട്ടോ ഫെംറ്റോലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്മോൾ ലെറ്റർ FIL എന്താണ്? ഫ്ലൂയിഡ് ആണ് കേട്ടോ, ഫ്ലൂയിഡ്. ഓക്കെ, FLB എന്ന് പറഞ്ഞാലും ഫ്ലൂയിഡ് ആണ്, ഫ്ലൂയിഡ്. നെക്സ്റ്റ് വരുന്നതാണ് FSH. FSH എന്താണ്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് കേട്ടോ. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. സോറി കേട്ടോ, ഒരു കോള് വന്നതാണ്, അത് എടുക്കാതെ നിവർത്തില്ല, അതുകൊണ്ട് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ബ്രേക്ക് ചെയ്തത്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് ഏതായിരുന്നു? FSH കേട്ടോ. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടല്ലോ, പീയൂഷഗ്രന്ഥി, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് കേട്ടോ FSH എന്ന് പറയുന്നത്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പ്രത്യേകിച്ച് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനൊക്കെ സഹായിക്കുന്ന, അതിന്റെ ഫംഗ്ഷനെ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് കേട്ടോ FSH എന്ന് പറയുന്നത്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റ് സ്ത്രീകളിലാണെങ്കിൽ അണ്ടോത്പാദനത്തിന് സഹായിക്കുന്നുണ്ട് കേട്ടോ, അതായത് എഗ്ഗിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നു. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനാണെങ്കിൽ സ്പെർമിന്റെ പ്രൊഡക്ഷൻ കേട്ടോ, ബീജത്തിന്റെ പ്രൊഡക്ഷനും സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് കേട്ടോ FSH. സ്ത്രീകളിലും പുരുഷന്മാരിലും അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് FSH കേട്ടോ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആരാണ് അത് ഉത്പാദിപ്പിക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് FX കേട്ടോ, സ്മോൾ ലെറ്റർ ആണ് FX, ഫ്രാക്ചർ എന്നാണ് കേട്ടോ, ഫ്രാക്ചർ. ഓക്കെ, അടുത്തത് സ്മോൾ G എന്താണ്? ഗ്രാം ആണ്. നമുക്കറിയാലോ ഗ്രാം, ഇത്ര ഗ്രാം എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. പിന്നെ വരുന്നതാണ് GB, ക്യാപിറ്റൽ ലെറ്റർ ആണ്. GB എന്താണ്? ഗോൾ ബ്ലാഡർ എന്നാണ് കേട്ടോ. എന്താണ്? ഗോൾ ബ്ലാഡർ, പിത്തസഞ്ചി, പിത്താശയം എന്നൊക്കെ പറയില്ലേ, ആ ഭാഗമാണ് കേട്ടോ GB. ഓക്കെ, അതുപോലെ GI എന്താണ്? ഗൈസ്ട്രോ ഇൻഡസ്റ്റൈനൽ. എന്താണ്? ഗൈസ്ട്രോ ഇൻഡസ്റ്റൈനൽ എന്ന് വെച്ചാൽ നമ്മുടെ
ഗൈസ്ട്രോ എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റൊമക്ക് ആണ് അല്ലെ, ഇൻഡസ്റ്റൈനിൽ നമ്മുടെ ആമാശയം, അതുപോലെ നമ്മുടെ സ്റ്റൊമക്ക് ആമാശയം, പിന്നെ ഇൻഡസ്റ്റൈൻസ് കുടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നമ്മൾ പറയില്ല ഗൈസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിംഗ് ഒക്കെ പറയാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഗൈസ്ട്രോ ഇൻഡസ്റ്റൈനലാണ് കേട്ടോ അതിന്റെ എക്സ്പാൻഷൻ. അടുത്തതാണ് സ്മോൾ GM. എന്താണ്? ഗ്രാം എന്നാണ് കേട്ടോ, ഗ്രാം. അപ്പൊ സ്മോൾ G എന്ന് പറഞ്ഞാലും ഗ്രാമാണ്, GM എന്ന് പറഞ്ഞാലും ഗ്രാമാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് GR. എന്താണ്? ഗ്രെയിൻ എന്നാണ് കേട്ടോ. എന്താണ്? ഗ്രെയിൻ ആണ്. എന്താണ് ഗ്രെയിൻ? നമ്മൾ ഈ ധാന്യങ്ങൾ ഗ്രെയിൻ എന്ന് പറയാറുണ്ട് അല്ലെ. മെഡിക്കൽ ടെർമിനോളജിയിൽ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ യൂണിറ്റ് ഓഫ് വെയിറ്റ് ആണ് കേട്ടോ. യൂണിറ്റ് ഓഫ് വെയിറ്റ് ആണ്. അതായത് നമ്മൾ വെയിറ്റ് ഒക്കെ എന്താ പറയാ മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. മെഡിക്കൽ ടെർമിനോളജിയിലെ ഗ്രെയിനിന്റെ മീനിങ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇറ്റ്സ് ദ യൂണിറ്റ് ഓഫ് വെയിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു 1 ഗ്രെയിൻ ഒക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 64.8 എത്രയാൻ പോകും, അത്രയും മില്ലിഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ ടെർമിനോളജിയിലെ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആണ്. ഇറ്റ് ഇസ് ദ യൂണിറ്റ് ഓഫ് വെയിറ്റ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഫെക്ടോമീറ്റർ എന്ന് പറയില്ലേ, അത് യൂണിറ്റ് ഓഫ് എന്താ പറയുക മെഷർമെന്റ് ഓഫ് വോളിയം എന്ന് നമ്മൾ പറയും അല്ലെ. അതുപോലെ തന്നെ ഒരു യൂണിറ്റ് ആണ് ഗ്രെയിൻ എന്ന് പറയുന്നത്. അത് യൂണിറ്റ് ഓഫ് ദ വെയിറ്റ് ആണ് കേട്ടോ, വെയിറ്റിന്റെ യൂണിറ്റ് ആണ്. അടുത്തതാണ് GSW. GSW എന്താണ്? ഗൺ ഷൂട്ട് വൂണ്ട് എന്നാണ് കേട്ടോ. ഗൺ ഷൂട്ട് വൂണ്ട്. ഓക്കെ, ഗണ്ണിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് വരുന്ന വൂണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് GTT. സ്മോൾ GTT. എന്താണ്? ഡ്രോപ്സ്. നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവണം. GTT ഇത്ര ഡ്രോപ്സ്. നമ്മളിപ്പോ ഡോക്ടേഴ്സ് ഒക്കെ മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഈ വൈ ഡ്രോപ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ GTT എന്ന് വെച്ചാൽ ഇത്ര ഡ്രോപ്സ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റൽ GTT. കണ്ടോ, വ്യത്യാസമുണ്ട്. സ്മോൾ GTT ഡ്രോപ്സ് ആണെങ്കിൽ ക്യാപിറ്റൽ GTT എന്താണ്? ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നാണ് കേട്ടോ. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ദാറ്റ് മീൻസ് എന്താ പറയാ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു റെഗുലേറ്റ് ദ ഗ്ലൂക്കോസ് ഇൻ ദ ബോഡി അല്ലെ. അതായത് എബിലിറ്റി ടു റെഗുലേറ്റ് ദ ഗ്ലൂക്കോസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന ഗ്ലൂക്കോസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബോഡിയുടെ എബിലിറ്റി മെഷർമെന്റ് ചെയ്യുന്നതാണ്. അതൊരു മെഡിക്കൽ ടെസ്റ്റ് ആണ് കേട്ടോ. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മെഡിക്കൽ ടെസ്റ്റ് ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു അസസ് ദ ബോഡീസ് എബിലിറ്റി ടു റെഗുലേറ്റ് ദ ഗ്ലൂക്കോസ് കേട്ടോ. അതായത് ഗ്ലൂക്കോസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ബോഡിയുടെ എബിലിറ്റിനെയാണ് ഇവിടെ മെഷർ ചെയ്യുന്ന ഒരു മെഡിക്കൽ ടെസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് GU. GU എന്താണ്? ജെനിറ്റോ യൂറിനറി ആണ് കേട്ടോ. GI എന്തായിരുന്നു? ഗൈസ്ട്രോ ഇൻഡസ്റ്റൈനൽ. ഓക്കെ, മറന്നു പോകരുത്. GU എന്താണ്? ജെനിറ്റോ യൂറിനറി. ജെനിറ്റോ യൂറിനറി ദാറ്റ് റെഫേഴ്സ് ടു ദ ജെനിറ്റൽ ആൻഡ് യൂറിനറി ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ്. ഓക്കെ, GYN എന്താണ്? സ്മോൾ ലെറ്റർ GYN ഗൈനക്കോളജി. ഓക്കെ, ഗൈനക്കോളജി. നെക്സ്റ്റ് വരുന്നത് സ്മോൾ H ആണ്, അവർ ആണ് കേട്ടോ, അവർ. ഓക്കെ, ഇനി നോക്കാം. ക്യാപിറ്റൽ H ബ്രാക്കറ്റിൽ H ആണ് ഹൈപ്പോഡെർമിക്. അത് ബ്രാക്കറ്റ് ഇല്ലാതെ ക്യാപിറ്റൽ H കൊടുത്താലും ഹൈപ്പോഡെർമിക്. അത് നമുക്കൊന്നും ആലോചിച്ചാൽ കിട്ടും. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അണ്ടർ എന്നുള്ള സ്മോൾ ക്യാപിറ്റൽ H എന്ന് പറഞ്ഞാൽ ഹൈപ്പോഡെർമിക് ആണ് കേട്ടോ. ഹൈപ്പോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അണ്ടർ എന്നുള്ള അർത്ഥമാണ് അല്ലെ. beneath, അടിയിൽ, അണ്ടർ എന്നുള്ള അർത്ഥമാണ്. ഡെർമിക് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ കിട്ടും. ഡെർമറ്റോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഹൈപ്പോഡെർമിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ് അണ്ടർ ദ സ്കിൻ അല്ലെ. അതായത് നമ്മുടെ സ്കിന്നിന്റെ അടിയിലോട്ട് നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റൻസുകളോ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഒക്കെ എന്താണ് അഡ്മിനിസ്റ്റർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു വാക്കാണ് അല്ലെ. ഹൈപ്പോഡെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ ദ സ്കിൻ എന്ന് അർത്ഥമാണ് കേട്ടോ. സ്കിന്നിന്റെ താഴെയായിട്ട്. ഓക്കെ, ക്ലിയർ. ഹൈപ്പോ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? അണ്ടർ എന്നുള്ള അർത്ഥമാണ് അല്ലെ. നമ്മൾ പറയാം ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പോ ടെൻഷൻ. ഹൈപ്പോ എന്ന് പറയുന്നത് എപ്പോഴും ലോ ലെവല്, താഴ്ന്ന ലെവലിനെയാണ്, അണ്ടർ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡെർമിക് എന്ന് പറയുമ്പോൾ ഡെർമറ്റോളജി സ്കിന്നുമാണ്. ഹൈപ്പോ ഡെർമിക് എന്ന് പറയുമ്പോൾ അണ്ടർ ദ സ്കിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. 98 കേട്ടോ, 98.
എന്താണ് അമിത? ലാസ്റ്റ് പറയാം കേട്ടോ. 75 തൊട്ടുള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ അമിത. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നത് തൊട്ട് മാർക്ക് ചെയ്ത് വിടാം. 98, 100 കേട്ടോ, 100 മാർക്ക് ചെയ്യണേ. 100. Then 104, 104 കേട്ടോ. 104, 105, 105, 109, 109, 110, 110 കേട്ടോ. ഓക്കെ, then 113, 113, 117, 117. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാണ്. 98, 100, 104, 105, 109, 110, 113, 117. ഓക്കെ, കിട്ടിയോ നമ്പേഴ്സ് എല്ലാവർക്കും? എല്ലാവർക്കും കിട്ടിയോ നമ്പേഴ്സ്? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ അമിത. നമുക്ക് 75 തൊട്ടുള്ളത് നമുക്ക് ലാസ്റ്റ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് പേജിലോട്ട് നമുക്ക് കടക്കാം കേട്ടോ. നെക്സ്റ്റ് പേജില് 121 തൊട്ടാണ് കേട്ടോ. 121 തൊട്ട് 143 വരെയുള്ള പേജാണ് കേട്ടോ. ഓക്കെ, 143 വരെ ഉണ്ട്. നമുക്ക് ആദ്യം ജസ്റ്റ് വായിക്കാം. ഫസ്റ്റ് വൺ വരുന്നതാണ് H&H, ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. H&H എന്താണ്? ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമാറ്റോക്രിറ്റ്. ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമാറ്റോക്രിറ്റ് എന്നാണ് കേട്ടോ. ഹീമോഗ്ലോബിൻ നമുക്ക് പരിചയമുള്ളതാണ് അല്ലെ. ഹീമോഗ്ലോബിൻ HB അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോട്ടീൻ ഇൻ ദ RBC അല്ലെ. ഹീമോഗ്ലോബിൻ എന്താണ്? നമ്മുടെ RBC റെഡ് ബ്ലഡ് സെല്ലിനകത്തുള്ള ഒരു പ്രോട്ടീൻ ആണ് അല്ലെ HB. ഹീമോഗ്ലോബിൻ അതായത് കറക്റ്റ് ആണ് കേട്ടോ. ഇത് ബ്ലഡ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ബ്ലഡിന്റെ അകത്തുള്ള ചുവന്ന രക്താണുക്കള് RBCക്ക് അകത്തുള്ള ഒരു പ്രോട്ടീൻ ആണ് എന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, പിന്നെ ഹെമാറ്റോക്രിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ദ പെർസെന്റേജ് ഓഫ് ഓക്സിജൻ ഇൻ ദ ടോട്ടൽ ബ്ലഡ് വോളിയം. അതായത് നമ്മുടെ മൊത്തത്തിലുള്ള ബ്ലഡ് വോളിയത്തിനകത്ത് എത്ര പെർസെന്റേജ് ഓക്സിജൻ ഉണ്ട് എന്നതിന്റെ ആ ഒരു ഓക്സിജൻ അല്ല കേട്ടോ, പെർസെന്റേജ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ ദ ടോട്ടൽ ബ്ലഡ് വോളിയം. മാറിപ്പോയതാണ് പറഞ്ഞത്, ഒന്നിട്ട് ശ്രദ്ധിച്ചു കേൾക്കാം. പെർസെന്റേജ് ഓഫ് RBC, അതായത് റെഡ് ബ്ലഡ് സെൽസ് ഇൻ ദ ടോട്ടൽ ബ്ലഡ് വോളിയം, അതായത് മൊത്തത്തില് ബ്ലഡ് വോളിയം. ബ്ലഡ് വോളിയം എന്ന് പറയുന്നത് എല്ലാം പെടും. RBC, ഡബ്ല്യൂബിസി, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മിൻ എല്ലാം അടങ്ങുന്നതാണല്ലോ ടോട്ടൽ ബ്ലഡ് വോളിയം. അതിനകത്ത് RBCയുടെ മാത്രം പെർസെന്റേജ്. ഓക്കെ, അതാണ് ഇത് ഹെമാറ്റോക്രിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് RBC ബൈ ദ ടോട്ടൽ വോളിയം ഓഫ് ദ ബ്ലഡ്. മൊത്തം വോളിയം, ബ്ലഡ് വോളിയത്തിനകത്ത് എത്ര എണ്ണം RBC എത്രയുണ്ട് എന്നുള്ളതിന്റെ ആ ഒരു പെർസെന്റേജ് ബൈ വോളിയം കേട്ടോ. എത്ര വോളിയം RBC ഉണ്ട് എന്നുള്ളതിന്റെ ആ ഒരു എന്താ പറയാ എക്സ്പാൻഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. H&H, ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമാറ്റോക്രിറ്റ്. അപ്പൊ മാറി പോകരുത്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോട്ടീൻ ഇൻ ദ RBC ആണ്. RBCയിലുള്ള പ്രോട്ടീൻ ആണ്. ഹെമാറ്റോക്രിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പെർസെന്റേജ് ഓഫ് RBC ബൈ വോളിയം. ഓക്കെ, ഇൻ ദ ടോട്ടൽ ബ്ലഡ് വോളിയത്തിനകത്ത് എത്ര വോളിയം RBC ഉണ്ട് കേട്ടോ. അതാണ്. നെക്സ്റ്റ് വരുന്നത് H&P ആണ്. H&P എന്താണ്? ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എന്നാണ് കേട്ടോ. ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് H/A ആണ്. എന്താണ്? എക്സ്പാൻഷൻ, ഹെഡ് ഏക്ക് എന്നാണ് കേട്ടോ. ഹെഡ് ഏക്ക്. H/A എന്ന് പറഞ്ഞാല് ഹെഡ് ഏക്ക് ആണ്. ഓക്കെ, HB നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. H, ക്യാപിറ്റൽ ലെറ്റർ H, സ്മോൾ ലെറ്റർ HB എന്താണ്? ഹീമോഗ്ലോബിൻ. എന്താണ്? ഹീമോഗ്ലോബിൻ. HCT എന്താണ്? HCT നേരത്തെ നമ്മൾ പറഞ്ഞ ആളാണ്. ആരാണ്? ഹെമാറ്റോക്രിറ്റ് ആണ് കേട്ടോ. ഹെമാറ്റോക്രിറ്റ് എന്താന്ന് മനസ്സിലായില്ലേ? പെർസെന്റേജ് ഓഫ് RBC ബൈ വോളിയം കേട്ടോ. ഇതിന്റെ ടോട്ടൽ ബ്ലഡിനകത്ത് എത്ര വോളിയം RBC ഉണ്ട്, അതാണ് ഹെമാറ്റോക്രിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് HG. HG എന്തിന്റെ സിമ്പൽ ആണ്? മെർക്കുറി ആണ് കേട്ടോ. മെർക്കുറിയുടെ സിമ്പൽ ആണ് എന്ത്? HG. ഓക്കെ, H ക്യാപിറ്റൽ H സ്മോൾ g. മെർക്കുറി എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? തെർമോമീറ്ററിനകത്ത് ഉപയോഗിക്കുന്നില്ലേ? മെർക്കുറി തെർമോമീറ്റർ അല്ലെ. രസം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു അല്ലെ. ഓക്കെ, മെർക്കുറി. പിന്നെ നമ്മുടെ സ്വിഗ്മോ മാനോമീറ്റർ, നമ്മുടെ ബ്ലഡ് പ്രഷർ ഒക്കെ മെഷർ ചെയ്യുന്ന ആ ഒരു എക്യുപ്മെന്റിന്റെ പേരെന്താണ്? സ്വിഗ്മോ മാനോമീറ്റർ. അതിനകത്ത് മെർക്കുറി ഉണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കേട്ടോ HGB.
HGB. അപ്പൊ എന്താണ്? ഹീമോഗ്ലോബിൻ. മാറിപ്പോകരുത്. HB എന്ന് പറഞ്ഞാലും ഹീമോഗ്ലോബിൻ ആണ്, HGB എന്ന് പറഞ്ഞാലും എന്താണ്? ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തതാണ് HH കേട്ടാ. അതിന് നടുക്ക് സ്ലാഷോ ആൻഡോ ഒന്നുമില്ല. HH എന്താണ്? ഹിയാറ്റൽ ഹെർണിയ എന്നാണ് കേട്ടോ. എന്താണ് ഹിയാറ്റൽ ഹെർണിയ? ഹെർണിയ നമുക്കറിയാം, ഡയാലിസിസിൽ പഠിച്ചിട്ടുണ്ട്, കുടലിറക്കമാണ് അല്ലെ. അപ്പൊ ഹിയാറ്റൽ ഹെർണിയ എന്ന് പറഞ്ഞാല് എ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക്, നമ്മുടെ ആമാശയത്തിന്റെ തന്നെ ഒരു ഭാഗം, ദാറ്റ് ബൾജസ് ഇൻടു ദ ചെസ്റ്റ് ക്യാവിറ്റി. നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയിലേക്ക്, നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്തോട്ട് സ്റ്റൊമക്കിന്റെ തന്നെ, ആമാശയത്തിന്റെ തന്നെ ഒരു ഭാഗം ഇങ്ങനെ മുകളിലോട്ട് ബൾജ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥ. ഓക്കെ, സ്റ്റൊമക്കിന്റെ പൊസിഷൻ അറിയാമല്ലോ. അപ്പൊ അവിടുന്ന് എ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് ദാറ്റ് ബൾജസ് ഇൻടു ദ ചെസ്റ്റ് ക്യാവിറ്റി, അതായത് നമ്മുടെ മുകൾ ഭാഗത്ത്, ചെസ്റ്റിന്റെ ആ ക്യാവിറ്റിയുടെ ഭാഗത്തോട്ട് സ്റ്റൊമക്കിന്റെ ഒരു ഭാഗം ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ് ഹിയാറ്റൽ ഹെർണിയ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഹിയാറ്റൽ ഹെർണിയ. മറ്റേ ഹെർണിയ എന്ന് പറഞ്ഞാൽ കുടലിറക്കമാണ്, താഴോട്ടുള്ള ഇറക്കമാണ് ഹെർണിയ. ഹിയാറ്റൽ ഹെർണിയ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് ദാറ്റ് ബൾജസ് ഇൻടു ദ ചെസ്റ്റ് ക്യാവിറ്റി ആണ് കേട്ടോ. HIV നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഡെഫിഷ്യൻസി പറയാൻ വിട്ടുപോകരുത് കേട്ടോ. ചിലർക്ക് ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് എന്ന് മാത്രം പറയും. അങ്ങനെയല്ല, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയാണ് ഇത് ഡെഫിഷ്യന്റ് ആക്കുന്നത് കേട്ടോ. അതുമൂലം ഉണ്ടാകുന്ന അസുഖമാണ് എയ്ഡ്സ്. അതിന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം കേട്ടോ. ഓക്കെ, മറന്നു പോകരുത്. H2O, ഇവിടെ ശരിക്കും 2 വരേണ്ടത് താഴ്ഭാഗത്തായിട്ടാണ് കേട്ടോ, സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് ശരിക്കും വരേണ്ടത്. അപ്പൊ നേരെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. H2O എന്ന് പറയുമ്പോൾ 2 ശരിക്കും സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരേണ്ടത് കേട്ടോ. H2O എന്തിന്റെ സിമ്പലാ? വാട്ടർ കേട്ടോ, വാട്ടറിന്റെ സിമ്പലാണ്. അടുത്തപോലെ H2O2, H2O2, ഈ രണ്ട് 2 ഒക്കെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരുന്നത്. H2O2 എന്താണെന്ന് അറിയാമോ? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ്. നമ്മൾ ഈ കുടിനതൊക്കെ വരുന്ന സമയത്ത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ ഒഴിച്ചു കഴിഞ്ഞാല് എന്താവും? ആ ഉള്ളിലുള്ള അഴുക്കൊക്കെ ഇങ്ങനെ പതുങ്ങി പൊന്തി പുറത്തോട്ട് വരും അല്ലെ. നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ഹൈഡ്രജൻ പെറോക്സൈഡ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ആന്റിസെപ്റ്റിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആണ്. യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഇത് നമുക്ക് പൊതുവെ കുഴിനതൊക്കെ വരുന്ന സമയത്ത് നഖം ഇങ്ങനെ വല്ലാണ്ട് അറ്റത്തേക്ക് ആഴ്ത്തി വെട്ടരുത് എന്നാ പറയാ. അങ്ങനെ വെട്ടും എന്തുണ്ടാവാം? ചെളിയൊക്കെ ഇറങ്ങാൻ എളുപ്പമാണ് അല്ലെ. അങ്ങനെ ചെളിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിൽ പഴുക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ, ഭയങ്കര പെയിൻഫുൾ ആണ്. അപ്പൊ പൊതുവെ നമുക്ക് ഉള്ളിൽ വൃത്തിയാക്കാൻ ഏറ്റവും സൗകര്യം എന്ത് ചെയ്താൽ മതി? ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന സംഭവം ഒരു ഫില്ലറിൽ നിന്ന് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള അഴുക്കൊക്കെ ഇങ്ങനെ പതിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ H2O2 എന്നത് ഇതിന്റെ എന്താണ്? ഫോർമുലയാണ് കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് അതൊരു ആന്റിസെപ്റ്റിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക മെഡിസിൻ ആണ് കേട്ടോ. ഓക്കെ, ഒരു കെമിക്കലാണ്. ഓക്കെ, അടുത്തത് വരുന്നത് HPI. HPI എന്താണെന്ന് അറിയാം? എക്സ്പാൻഷൻ ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ് എന്നാണ് കേട്ടോ. ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്. ഓക്കെ, HR എന്താണ്? അവർ. സ്മോൾ h എന്ന് പറഞ്ഞാലും അവർ ആണെന്ന് പഠിച്ചു. HR എന്ന് എഴുതിയാലും അവർ എന്നാണ് കേട്ടോ. ഓക്കെ, HS എന്താണ്? HS അറ്റ് ബെഡ് ടൈം എന്നാണ് കേട്ടോ. അറ്റ് ബെഡ് ടൈം. ഓക്കെ, HTN. HTN എന്താണ്? എക്സ്പാൻഷൻ ഹൈപ്പർ ടെൻഷൻ ആണ്. ഹൈപ്പർ ടെൻഷൻ എപ്പോഴാ വരുന്നത്? ഹൈപ്പർ ടെൻഷൻ BP കൂടുന്ന സമയത്ത് വരുന്നത് അല്ലെ. ഹൈ BP അല്ലെ, BP ഒന്നും കൂടുന്ന അവസ്ഥയാണ് എന്ത്? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെ. HTN ആണ് നൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഹൈപ്പർ ടെൻഷൻ. HS എന്താണ്? ഹിസ്റ്ററി ആണ്. നമ്മൾ നേരത്തെ FHX പഠിച്ചില്ല, ഫാമിലി ഹിസ്റ്ററി. അപ്പൊ HX ഹിസ്റ്ററി ആണല്ലോ. ഓക്കെ, അപ്പൊ HS എന്താണ്? ഹിസ്റ്ററി. അടുത്തതാണ് HZ കേട്ടോ. എന്തിന്റെ യൂണിറ്റ് ആണ്? ഹെഡ്സ് ആണ് കേട്ടോ. ഹെഡ്സ് എന്തിന്റെ യൂണിറ്റ് ആണ്? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് കേട്ടോ. ആവൃത്തിയുടെ യൂണിറ്റ് ആണ് കേട്ടോ ഹെഡ്സ് എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ സൗണ്ട് വേർഡ്സ് ഒക്കെ പറയുന്ന ഹെഡ്സിലാണ് പറയാ. ഇത്ര ഹെഡ്സ് എന്നൊക്കെ പറയും. നമ്മുടെ ഓഡിബിൾസ് ആണ് നമ്മൾ പറയും 20 ഹെഡ്സ് to 20,000 ഹെഡ്സ് ആണ് പറയുന്നത്. ഹെഡ്സ് ഫ്രീക്വൻസി ആണ് കേട്ടോ. ആവൃത്തിയുടെ യൂണിറ്റ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അടുത്തതാണ് I and O. I and O എന്താണ്? എക്സ്പാൻഷൻ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് എന്നാണ് കേട്ടോ. ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, അടുത്തത് IC. അപ്പൊ 3 എക്സ്പാൻഷൻസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ഇൻട്രാ കാർഡിയാക്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻട്രാ എന്ന് കേട്ടാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? വിത്തിൻ ദ.
ഇൻസൈഡ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഒരിക്കലും മാറിപ്പോവരുത്. ഇൻട്രാ മീൻസ് വിത്തിൻ ദ, ഇൻസൈഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ ഇൻട്രാ കാർഡിയം എന്ന് പറഞ്ഞ എന്തായിരിക്കും? ഇൻസൈഡ് ദ ഹാർട്ട്, ഹാർട്ടിനകത്തുള്ള എന്തെങ്കിലും സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻസൈഡ് ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ചാണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഹാർട്ടിന്റെ എന്തെങ്കിലും മസിൽസിനകത്തോ ബ്ലഡ് വെസലിനകത്തൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻട്രാ കാർഡിയാക്ക്, ഇൻസൈഡ് ദ ഹാർട്ട്, അതൊരെണ്ണം എക്സ്പാൻഷൻ. മറ്റൊരെണ്ണം എന്താണ്? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആണ് കേട്ടോ. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം വോളിയം ഓഫ് എയർ ആണ് കേട്ടോ. ദാറ്റ് ക്യാൻ ബി ഇൻഹെയിൽഡ് ആഫ്റ്റർ എ നോർമൽ എക്സൈലേഷൻ കേട്ടോ. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു മാക്സിമം എമൗണ്ട് ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻഹെയിൽഡ്, നമുക്ക് മാക്സിമം അകത്തേക്ക് വലിക്കാൻ പറ്റുന്ന എയറിന്റെ ആ ഒരു എന്താ പറയുക വോള്യമാണ് കേട്ടോ. അതും എന്താണ്? ആഫ്റ്റർ എ നോർമൽ എക്സൈലേഷൻ. നമ്മൾ നോർമലി മാക്സിമം നമ്മൾ വായു എടുക്കുന്നു, പിന്നെ നമ്മൾ നോർമൽ രീതിയിൽ അത് പുറത്തേക്ക് വിടുന്നു, എക്സൈൽ ചെയ്യുന്നു. അപ്പോ അതിനുശേഷം വരുന്ന എക്സൈൽ ചെയ്തതിനു ശേഷം നമുക്ക് മാക്സിമം എത്രത്തോളം വോളിയം എയർ നമുക്ക് എടുക്കാൻ പറ്റുമോ അതാണ് ഇൻസ്പിറേറ്ററി. ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ഇൻഹെയിൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. ദെൻ വരുന്നത് ഇറിറ്റബിൾ കോളൻ ആണ് കേട്ടോ. കോളൻ എന്തിന്റെ ഭാഗമാണ്? എന്തിന്റെ ഭാഗമാണ് കോളൻ? നമ്മൾ പഠിച്ചതാണ്. പറഞ്ഞേ, കോളൻ എന്തിന്റെ ഭാഗമാണ്? എന്തിന്റെ ഭാഗമാണ് കോളൻ? ആർക്കും അറിയില്ല. ശരി, ഇത്രയും നാള് നമ്മൾ പഠിച്ചതൊക്കെ വെള്ളത്തിലായല്ലോ. കോളൻ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്? ഇനി ആർക്കുമില്ല പറയാൻ. കോളൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആർക്കും റെസ്പോൺസ് ഇല്ല? അറിയാണ്ടാണോ? ഏതാണെന്ന് പറഞ്ഞേ. കോളൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞേ. ഓക്കെ, ആൻസി പറഞ്ഞു ലാർജ് ഇൻഡസ്റ്റൈൻ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഇൻഡസ്റ്റൈൻ. സിമ പറഞ്ഞു ഡൈജസ്റ്റീവ് ട്രാക്ട്. എന്താണ് ഇത്ര പെട്ടെന്ന് എന്താ പറയാ ആൻസർ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ. കോളൻ അല്ലേ, എവിടെ പഠിച്ചു നമ്മള്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ഒക്കെ പറഞ്ഞപ്പോ കോളൻ റക്റ്റം ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. എന്തിന്റെ ഭാഗമാണ്? കുടലിന്റെ ഭാഗമാണ്. ഓക്കെ, ഇൻഡസ്റ്റൈനിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ എന്താണ് എന്ന് പറഞ്ഞത്? ഇറിറ്റബിൾ കോളൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടല് സംബന്ധമായിട്ട് വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കേട്ടോ. അപ്പൊ IC എന്ന് പറയുന്നതിന് 3 എക്സ്പാൻഷൻ ആണ്. ഇൻട്രാ കാർഡിയാക്ക്, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, അതുപോലെ തന്നെ ഇറിറ്റബിൾ കോളൻ. ഓക്കെ, അടുത്തതാണ് ICP. ICPയുടെ എക്സ്പാൻഷൻ എന്താണ്? ഇൻട്രാ ക്രാനിയൽ പ്രഷർ എന്നാണ് കേട്ടോ. ഇൻട്രാ ക്രാനിയൽ പ്രഷർ. ഇൻട്രാ എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ആണെന്ന് പറയുന്നത്. ഇനി ഇൻട്രാ ക്രാനിയൽ പ്രഷർ എന്ന് വെച്ചാൽ ദ പ്രഷർ ഇൻസൈഡ് ദ ക്രാനിയം. ക്രാനിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്കള്ളാണ് കേട്ടോ. തലയോട്ടിയില്ലേ, തലയോട്ടി, ക്രാനിയം അല്ലെ, സ്കള്ള് കേട്ടോ. ഓക്കെ, ആ സ്കള്ളിനകത്ത് അനുഭവപ്പെടുന്ന എന്താണ്? പ്രഷർ ആണ് കേട്ടോ. ഓക്കെ, പ്രഷർ ഇൻസൈഡ് ദ അല്ലെങ്കിൽ വിത്തിൻ ദ ക്രാനിയം. ക്രാനിയം മീൻസ് സ്കൾ എന്നാണ് കേട്ടോ. ഇൻട്രാ ക്രാനിയൽ പ്രഷർ. അടുത്തത് ICU. നമുക്ക് അറിയാവുന്നതാണ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അടുത്തതാണ് IDDM. IDDM എന്താണ് എക്സ്പാൻഷൻ? ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ് കേട്ടോ. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്, അതായത് ടൈപ്പ് 1 പ്രമേഹമാണ് കേട്ടോ. ടൈപ്പ് 1 പ്രമേഹം. ടൈപ്പ് 1 ഉണ്ട്, 2, 3, 4 ഒക്കെ ഉണ്ട്. ടൈപ്പ് 1 പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ദാറ്റ് അറ്റാക്സ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് എന്താ പറയാ സെൽസ്. നമുക്കറിയാം നമ്മുടെ പാൻക്രിയാസില് എന്താണ് ഒരു ബീറ്റാ സെൽസ് ഉണ്ട്. അവരാണ് ആരെ ഉത്പാദിപ്പിക്കുന്നത്? ഇൻസുലിനെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇൻസുലിന്റെ ഉത്പാദനത്തിന് സെല്ലിന്, അതായത് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ആ ഒരു ബീറ്റാ സെല്ലിനെ നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥയാണ് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് കേട്ടോ. ടൈപ്പ് 1 പ്രമേഹമാണ്. അതായത് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന സെല്ലുകളെ തന്നെ ഓട്ടോമാറ്റിക് ബോഡി നശിപ്പിച്ച് കളയാണ്. അപ്പൊ സെല്ലിനെ നശിപ്പിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സെല്ലിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല? ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് കേട്ടോ. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് ടൈപ്പ് 1 പ്രമേഹമാണ്.
IM എന്ന് പറഞ്ഞാല് ഇൻട്രാമസ്കുലർ. ഇൻട്രാ എന്ന് പറയുന്നത് വിത്തിൻ എന്നാണ്, ഇൻട്രാമസ്കുലർ എന്ന് പറയുന്നത് ഇൻസൈഡ് ദ മസിൽ അല്ലെ, വിത്തിൻ ദ മസിൽ, മസിലിനകത്തോട്ട്. നമുക്ക് എന്തെങ്കിലും നമ്മള് മരുന്നുകളോ അല്ലെങ്കിൽ പ്രൊസീജിയറുകളോ മസിലിനകത്തോട്ടൊക്കെ ചെയ്ത് നമ്മൾ എന്തിട്ടാണോ ഉപയോഗിക്കുക, ഇൻട്രാമസ്കുലർ എന്നാണ് പറയാം. IM. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യാം, മെമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം. 122, 122, 123, 123, 124, 124, 127, 127, 129, 129, 130, 130, 135, 135, 141, 141, 142, 142. ഒന്നുകൂടെ ന്യൂബസ് പറയാണ്. 122, 123, 124, 127, 129, 130, 135, 141, 142. ഓക്കെ, കിട്ടിയോ ന്യൂബസ്? നോട്ട് ചെയ്ത് വെച്ചോ? ഓക്കെ. നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലേക്ക് കിടക്കാം നമുക്ക്. നെക്സ്റ്റ് പേജിൽ വരുന്നത് 144 തൊട്ട് 165 വരെയാണ് കേട്ടോ. 165 വരെയാണ്. അപ്പോ നമുക്ക് വായിക്കാം. 144 കേട്ടോ, 444. എന്താണ് IO? IO എന്താണ്? ഇൻട്രാ ഓസിയസ്. പറയാൻ പറ്റില്ല. ഇൻട്രാ ഓസിയസ് എന്നാണ് കേട്ടോ. ഓക്കെ, ഇൻട്രാ ഓസിയസ് കേട്ടോ. ഇൻട്രോസിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് that means ഓസിയസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബോൺ മാരോ ആണ് കേട്ടോ. അതായത് നമ്മുടെ അസ്ഥിമജ്ജയുണ്ടല്ലോ. സോ ഇൻസേർഷൻ ഓഫ് നീഡിലാവാം or insertion of the medication into the bone marrow. Okay, bone marrow, that means അസ്ഥിമജ്ജ കേട്ടോ. അപ്പം ഇൻട്രാ ഓസിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻസേർഷൻ ഓഫ് എ നീഡിൽ or catheter or medication ഇവിടേക്കാണ് into the bone marrow, അസ്ഥിമജ്ജയിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇൻട്രാ ഓസിയസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് IPPB. IPPB എന്താണ്? എക്സ്പാൻഷൻ, ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ് എന്നാണ് കേട്ടോ. ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്, അതൊരു എന്താ റെസ്പിറേറ്ററി ടെക്നിക് ആണ് കേട്ടോ. ഇറ്റ്സ് എ റെസ്പിറേറ്ററി ടെക്നിക് ആണ്. ഓക്കെ, ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. അടുത്തതാണ് IUD. IUD എന്താണ്? എക്സ്പാൻഷൻ, ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് എന്നാണ് കേട്ടോ. ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ്, ശരിക്കും ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. കോൺട്രാസെപ്റ്റീവ് ആണ്. ദാറ്റ് മീൻസ് ടു പ്രിവെന്റ് ദ പ്രഗ്നൻസി. ശരിക്കും പറഞ്ഞാൽ അതൊരു ഡിവൈസ് ആണ്, ഒരു ചെറിയൊരു ഡിവൈസ് ആണ്. ആ ഡിവൈസ് ഒരു T ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. കോപ്പർ ടീ എന്ന് കേട്ടിട്ടുണ്ടോ? കോപ്പർ ടീ, കോപ്പർ ടീ ഫസ്റ്റ് ടൈം ആണോ കേട്ടിട്ടുണ്ട്? അത് തന്നെ, അതാണ് കേട്ടോ ഇൻട്രായൂട്രൈൻ ഡിവൈസ് ആണ്. അതൊരു T ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡിവൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടു പ്രിവെന്റ് ദ പ്രഗ്നൻസി. കോൺട്രാസെപ്റ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഗർഭനിരോധനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. കോപ്പർ ടീ എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. അതാണ് കേട്ടോ ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് എടുത്ത് പറയാൻ കാരണം എന്താണ്? അതൊരു ഗർഭനിരോധന മാർഗമാണ് ഇൻട്രായൂട്രൈൻ ഡിവൈസ്. ഒരു T ഷേപ്ഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. സോ അത് ഇറ്റ് ഇസ് കോൾഡ് കോപ്പർ ടീ എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, ഇതിന്റെ മെയിൻ ശരിക്കുള്ള പേര് ഇതാണ്, ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്. അടുത്തതാണ് IV. IV നമ്മൾ പലതവണയായിട്ട് നമുക്കറിയാം. IV ഫ്ലൂയിഡ്, IV ആന്റിബയോട്ടിക്. എന്താണ്? ഇൻട്രാവെനസ്, ദാറ്റ് മീൻസ് ഡയറക്ട്ലി ഇൻസൈഡ് ഇൻടു ദ, ഡയറക്ട്ലി ഇൻസേർട്ടഡ് ഇൻടു ദ വെയിൻ അല്ലെ, നമ്മുടെ വെയിനിനകത്തോട്ട് ഇൻസൈഡ് അല്ലെ, അതിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നതിലേക്ക് ഇൻട്രാവെനസ് എന്നാണ് പറയാം. അടുത്തതാണ് JVD. JVD എന്താണ്? ജുഗുലാർ വെയിനസ് ഡിസ്റ്റൻഷൻ എന്നാണ്. ജുഗുലാർ വെയിനസ് ഡിസ്റ്റൻഷൻ. ജുഗുലാർ വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജുഗുലാർ വെയിൻ നമ്മുടെ ഈ നെക്കിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന ഏറ്റവും ആർട്ടറിയുടെ, നമ്മുടെ മെയിൻ ആർട്ടറിയുടെ തന്നെ ഒരു ഭാഗമാണ് ജുഗുലാർ വെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അത് ദാറ്റ് മീൻസ് ദ വെയിൻ ദാറ്റ് ഇസ് സീൻ ഇൻ അവർ നെക്ക്. നെക്കിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു വെയിൻ ആണ് ജുഗുലാർ വെയിൻ എന്ന് പറഞ്ഞത്. ജുഗുലാർ വെയിനസ് ഡിസ്റ്റൻഷൻ എന്ന് പറഞ്ഞാല് ഒരു വിസിബിൾ ആയിട്ടുള്ള സ്വെല്ലിംഗ് ഓർ വിസിബിൾ ആയിട്ടുള്ള ഒരു ബൾജിങ് ഓഫ് ദ ജുഗുലാർ വെയിൻ ഇൻ ദ നെക്ക്.
അതായത് നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് അതിനാണല്ലോ ജുഗുലാർ വെയിൻ അവിടെ കാണപ്പെടുന്ന ഒരു ബൾജിങ് ആണ്, ഒരു എന്താ പറയാ വിസിബിൾ ആയിട്ട് വരുന്ന ബൾജിങ്ങോ അല്ലെങ്കിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ടോ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അതാണ് ഈ സംഭവം ജുഗുലാർ വെയിനസ് ഡിസ്റ്റൻഷൻ. പറയാം മിസ്റ്റേക്ക് ഞാൻ പറയാം കേട്ടോ. ഇന്ന് ക്ലാസ് കേൾക്കുക, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് പറയാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് K+. എന്താണ്? പൊട്ടാസ്യം. K+ എന്താണ്? പൊട്ടാസ്യം. ഓക്കെ. പിന്നെ KCl കേട്ടോ. എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. KCl എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ്. നെക്സ്റ്റ് Kg എന്താണ്? കിലോഗ്രാം. ഓക്കെ, കിലോഗ്രാം. അടുത്തത് KUB. KUB അപ്പൊ ഏതൊക്കെയാണ്? K എന്താണ് ഉദ്ദേശിക്കുന്നത്? കിഡ്നീസ് ആണ്. U എന്താണ്? യൂറിറ്റേഴ്സ് ആണ്, യൂറിറ്റേഴ്സ്. B എന്താണ്? ബ്ലാഡർ. ഓക്കെ, മാറ്റി തരുകൊണ്ട് ചിലപ്പോ ഓപ്ഷൻ എന്താ ശ്രദ്ധിച്ച് കേൾക്കാം. KUB എന്ന് പറഞ്ഞാല് കിഡ്നീസ്, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ. ഓക്കെ, KUB. അടുത്തത് KVO എന്താണ്? കീപ്പ് വെയിൻ ഓപ്പൺ. എന്താണ്? കീപ്പ് വെയിൻ ഓപ്പൺ. നെക്സ്റ്റ് L, ക്യാപിറ്റൽ ലെറ്റർ L എന്താണ്? ലിറ്റർ ആണ് കേട്ടോ. എന്താണ്? ലിറ്റർ ആണ്. നെക്സ്റ്റ് വരുന്നത് LAC. LAC എന്താണ്? ഒന്ന് ലാസറേഷൻ, ഒരു എക്സ്പാൻഷൻ അതാണ്. ലാസറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മുറിവ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മുറിവാണ് ലാസറേഷൻ. പിന്നെ മറ്റൊരു എക്സ്പാൻഷൻ എന്താണ്? ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളക്ടമി. എന്താണ്? ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളക്ടമി. ലാപ്രോസ്കോപ്പിക് സർജറി കേട്ടിട്ടില്ലേ നിങ്ങൾ? ദാഹോദ്വാര ശസ്ത്രക്രിയ അല്ലെ? ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളക്ടമി. കോളക്ടമി കോളൻ നേരത്തെ പറഞ്ഞു ഇന്റസ്റ്റൈനിന്റെ ഭാഗമാണ്. അപ്പൊ ഇന്റസ്റ്റൈനിലൊക്കെ നടത്തുന്ന ലാപ്രോസ്കോപ്പിക് സർജറികളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളക്ടമി. പിന്നെ മറ്റൊരു എക്സ്പാൻഷൻ ലാസറേഷൻ ആണ് കേട്ടോ. അടുത്തതാണ് LBS. ഇതാണ് പൗണ്ട് എന്നാണ് കേട്ടോ. പൗണ്ട് എന്നാണ്. നെക്സ്റ്റ് വരുന്നത് LE ആണ് കേട്ടോ. LE എന്തൊക്കെയാണ് എക്സ്പാൻഷൻ? ഒന്ന് ലോവർ എക്സ്ട്രിമിറ്റി, മറ്റൊരെണ്ണം ലെഫ്റ്റ് ഐ. വേറൊരു എക്സ്പാൻഷൻ ലൂപ്പസ് എറിത്തിമാറ്റോസസ്. ഇതൊക്കെയാണ് എക്സ്പാൻഷൻ. ഒന്ന് ലോവർ എക്സ്ട്രിമിറ്റി, മറ്റൊന്ന് ലെഫ്റ്റ് ഐ, ലൂപ്പസ് എറിത്തിമാറ്റോസസ്. ലൂപ്പസ് എറിത്തിമാറ്റോസസ് മീൻസ് ഇറ്റ് ഇസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കേട്ടോ. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ 3 എക്സ്പാൻഷൻ ആണ്: ലോവർ എക്സ്ട്രിമിറ്റി, ലെഫ്റ്റ് ഐ, ലൂപ്പസ് എറിത്തിമാറ്റോസസ്. അടുത്തത് LLL എന്താണ്? ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലെഗ് എന്നാണ് കേട്ടോ. ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലെഗ്. ഓക്കെ. LLQ എന്താണ്? ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. അതാണ് ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. അബ്ഡോമൻ ആണ് കേട്ടോ. L/M ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. ലിറ്റേഴ്സ് പെർ മിനിറ്റ്. L നേരത്തെ നമ്മൾ പറഞ്ഞ ലിറ്റർ ആണ്. L/M എന്ന് പറഞ്ഞ ലിറ്റേഴ്സ് പെർ മിനിറ്റ് എന്നാണ്. അടുത്തത് LMP. LMP എന്താണ്? ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് എന്നാണ് കേട്ടോ. ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് LMP. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് LOC. LOC എന്താണ്? ഒന്ന് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, മറ്റൊന്ന് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. രണ്ട് എക്സ്പാൻഷൻ ആണ്. ഒന്ന് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധാവസ്ഥയുടെ ആ ഒരു ഇതാണ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഒരെണ്ണം. മറ്റൊന്ന് എക്സ്പാൻഷൻ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് കേട്ടോ. അതായത് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ, ബോധാവസ്ഥയിലാവുന്ന അവസ്ഥ കേട്ടോ. ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. അടുത്തതാണ് LPM. എന്താണ്? ലിറ്റേഴ്സ് പെർ മിനിറ്റ് എന്നാണ് കേട്ടോ. അപ്പൊ L/M എന്ന് പറഞ്ഞാലും LPM എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എന്താണ്? ലിറ്റേഴ്സ് പെർ മിനിറ്റ്. അടുത്തത് LPN. LPN എന്താണ്? ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസ് എന്നാണ് കേട്ടോ. ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസ്. നെക്സ്റ്റ് വരുന്നത് LR. എന്താണ്? ലാക്ടേറ്റഡ് ഡ്രിങ്കേഴ്സ്. അതൊരു IV ഫ്ലൂയിഡ് ആണ് കേട്ടോ. IV ഫ്ലൂയിഡ് ആണ് ലാക്ടേറ്റഡ് ഡ്രിങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന IV മെഡിക്കേഷൻ ഒക്കെയാണ്. ഈ ഒരു എന്താ പറയാ ഇലക്ട്രോലൈറ്റ് ലെവല് ബാലൻസ് ചെയ്യാനായിട്ട്, നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ് ഒക്കെ ബാലൻസ് ചെയ്യുന്നതിനായിട്ട് IV ഫ്ലൂയിഡ് മെഡിക്കേഷൻ ആണ് കേട്ടോ. ലാക്ടേറ്റഡ് ഡ്രിങ്കേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോ, നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം. 152 152 കേട്ടോ. 152 ഏതാണ്? KUB. ഓക്കെ. 152 153 153 161 161 164 164
ഓക്കെ, അതുകൊണ്ട് പറയാം 152, 153, 161, 164. കിട്ടിയോ നമ്പേഴ്സ്? നെക്സ്റ്റ് കേട്ടോ, നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. നെക്സ്റ്റ് പേജ് 166 തൊട്ട് 188 വരെയാണ് കേട്ടോ. 188 വരെയുള്ള പേജാണ് എടുക്കുന്നത്. 166 തൊട്ട് വായിക്കാൻ നമുക്ക്. LSD, എന്താണ് LSD? എന്താണ് എക്സ്പാൻഷൻ? ലിസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ് എന്നാണ് കേട്ടോ. ലിസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ് എന്താണ് സംഭവം? നമ്മൾ ഈ ആൽക്കഹോളിസത്തിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് കേട്ടോ. കടുത്ത മദ്യപാനികളൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ മദ്യപാനമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൽക്കഹോളിസം ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് കേട്ടോ LSD, ലിസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ് കേട്ടോ. അടുത്തതാണ് LUL. LUL എന്താണ്? ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലെഗ്. നേരത്തെ നമ്മള് LUQ പഠിച്ചത് ഓർമ്മയുണ്ടോ? LL പഠിച്ചത് ഓർമ്മയുണ്ടോ? ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലെഗ്. അതുപോലെ തന്നെയുള്ള ടേമാണ് LUL. അത് ലോവർ ലോബ് ആയിരുന്നല്ലോ, ഇവിടെ യു എന്താണ്? അപ്പർ ലോബാണ്. ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലെഗ് എന്നാണ്. LUQ എന്താണ്? ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ, അവിടെ തിരുത്തുണ്ട് കേട്ടോ. LUQ തിരുത്തുണ്ട്. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടാണോ കൊടുത്തേക്കണെന്ന് എനിക്കറിയില്ല. അവിടെ കറക്റ്റ് ഇങ്ങനെയാണ്, ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. കറക്റ്റ് ആണോ? നിങ്ങളുടെ അങ്ങനെയാണോ കിടക്കുന്നത്? ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ അല്ല. അതൊന്ന് തിരുത്തുക കേട്ടോ. ഓക്കെ, LUQ ഒന്ന് തിരുത്തുക. LUQ എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് അപ്പർ, അതുവരെ കറക്റ്റ് ആണ്. ക്വാഡ്രന്റ് നോക്കാം കേട്ടോ. ക്വാഡ്രന്റ്, ക്വാഡ്രന്റ് QUARDRANT. ഓക്കെ, ക്വാഡ്രന്റ് QUARDRANT, ക്വാഡ്രന്റ് ഓഫ് ദ ലെഗ് വെട്ടിയിട്ട് അബ്ഡോമൻ നോക്കാം കേട്ടോ. അബ്ഡോമൻ ABDOMEN, അബ്ഡോമൻ. കറക്റ്റ് ചെയ്തോ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ LLQ പഠിച്ചില്ലേ, ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. അതുപോലെ തന്നെയാണ് LUQ എന്ന് വെച്ചാൽ ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ കേട്ടോ. അടുത്തതാണ് LVN. LVN എന്താണ് എക്സ്പെൻഷൻ? ലൈസൻസ്ഡ് വൊക്കേഷണൽ നഴ്സ് എന്നാണ് കേട്ടോ. ലൈസൻസ്ഡ് വൊക്കേഷണൽ നഴ്സ്. സ്മോൾ എം എന്താണ്? മീറ്റർ, മീറ്റർ. ഓക്കെ, MAE മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ്. അതാണ് മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ്, എല്ലാ എക്സ്ട്രിമിറ്റീസും മൂവ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിയുടെ എക്സ്ട്രിമിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ കൈവിരലുകള്, ഓക്കെ, ഫിംഗേഴ്സുകള്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മൂവ് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ഈ ന്യൂറോളജിക്കൽ എക്സാമിനേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്നതാണിത്. അപ്പൊ മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്ട്രിമിറ്റീസും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ കൈകളിലെ വിരലുകള്, വിരലുകള്, അതുപോലെ കാലിലെ വിരലുകള്, ഇതൊക്കെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്ന് അർത്ഥം. MEEW എന്ന് പറഞ്ഞാല് മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് വെൽ എന്ന് ചേർക്കണം കേട്ടോ. W എന്നതിന്റെ വെൽ, WELL എന്ന് വെച്ചാൽ എന്താ? മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് എന്ന് വെച്ചാൽ എല്ലാ എക്സ്ട്രിമിറ്റീസും നല്ല രീതിയിൽ തന്നെ മൂവബിൾ ആണ്, മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥം കേട്ടോ. മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് വെൽ. എന്താണ് MEEW? അടുത്തതാണ് MAP. MAP എന്താണ്? അതായത് മീൻ ആർട്ടീരിയൽ പ്രഷർ എന്നാണ് കേട്ടോ. മീൻ ആർട്ടീരിയൽ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാല് ആവറേജ് ബ്ലഡ് പ്രഷർ ആണ് ഡ്യൂറിങ് എ കാർഡിയക് സൈക്കിൾ. അതായത് ഒരു കാർഡിയക് സൈക്കിളിലെ സമയത്ത് ഉള്ള ഒരു ആവറേജ് ബ്ലഡ് പ്രഷർ ആണ് മീൻ ആർട്ടീരിയൽ പ്രഷർ എന്ന് പറയുന്നത്. MAP, മീൻ ആർട്ടീരിയൽ പ്രഷർ എന്ന് വെച്ചാൽ ആവറേജ് ബ്ലഡ് പ്രഷർ ആണ് ഡ്യൂറിങ് എ കാർഡിയക് സൈക്കിൾ. ഓക്കെ, ദെൻ അടുത്തതാണ് MCG. സ്മോൾ MCG മൈക്രോഗ്രാം ആണ് കേട്ടോ, മൈക്രോഗ്രാം. ഓക്കെ, ദെൻ അടുത്തത് MCL, ക്യാപിറ്റൽ ലെറ്റർ ആണ് MCL. എന്താണ്? മിഡ് ക്ലാവിക്കുലാർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ് എന്നാണ് കേട്ടോ. മിഡ് ക്ലാവിക്കുലാർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ്. സാധാരണ നമ്മള് ECG ഒക്കെ അല്ലെ, ECG ഒക്കെ എടുക്കുമ്പോഴത്തെ ആ ഒരു അവിടെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് കേട്ടോ. മിഡ് ക്ലാവിക്കുലാർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ് കേട്ടോ, MCL.
അടുത്തതാണ് MEQ. ഓക്കെ, MEQ മില്ലി ഇക്വിവാലന്റ്. ഇതാണ് മില്ലി ഇക്വിവാലന്റ്. അടുത്തത് NG, സ്മോൾ NG എന്താണ്? മില്ലിഗ്രാം ആണ് കേട്ടോ, മില്ലിഗ്രാം. ഓക്കെ, NCG എന്താണ്? മൈക്രോഗ്രാം ആണ്. NG എന്ന് പറയുമ്പോൾ മില്ലിഗ്രാം ആണ് കേട്ടോ. Then MI, ക്യാപിറ്റൽ MI, മയോകാർഡിയൽ ഇൻഫാക്ഷൻ പറഞ്ഞെന്താണ്? ഹാർട്ട് അറ്റാക്ക് ആണ്. MI എന്താണ്? മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഓക്കെ, then MICU. MICU എന്തൊക്കെയാണ് എക്സ്പാൻഷൻ? ഒന്ന് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, മറ്റൊരെണ്ണം മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. കിട്ടിയോ? രണ്ട് എക്സ്പാൻഷൻ ആണ്. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, മറ്റൊന്ന് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അടുത്തത് MIN എന്താണ്? മിനിറ്റ്. എന്താണ്? മിനിറ്റ്. ML സ്മോൾ ലെറ്റർ എമ്മും ക്യാപിറ്റൽ എല്ലോ. ML എന്താണ്? മില്ലി ലിറ്റർ. ഇതാണ് മില്ലി ലിറ്റർ. അടുത്തത് MM എന്താണ്? മില്ലിമീറ്റർ. മില്ലിമീറ്റർ. ഓക്കെ, MMHG. HG നേരത്തെ നമ്മൾ പറഞ്ഞതാണ് മെർക്കുറി. അപ്പൊ MMHG എന്താണ്? മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ട്ടോ, മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. Then MRI. MRI എന്താണ്? മാഗ്നറ്റിക് റെസോണൻസ് ഇമേജ്. ഇതാണ് മാഗ്നറ്റിക് റെസോണൻസ് ഇമേജ് ട്ടോ, MRI. അടുത്തതാണ് MS. MS എന്താണ്? മോർഫിൻ സൾഫേറ്റ് ആണ് കേട്ടോ. മോർഫിൻ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു അനാൾജസിക് ആണ്, വേദന സംഹാരിയാണ് മോർഫിൻ സൾഫേറ്റ്. മറ്റൊരു എക്സ്പാൻഷൻ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നാണ് കേട്ടോ. അതൊരു ക്രോണിക് എന്താ പറയാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് ദാറ്റ് അഫക്റ്റിംഗ് അവർ സെൻട്രൽ നെർവസ് സിസ്റ്റം കേട്ടോ. നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത് കേട്ടോ. മോർഫിൻ സൾഫേറ്റ് അതൊരു മെഡിസിൻ ആണ്, യൂസ്ഡ് ആസ് അനാൾജസിക് കേട്ടോ, പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് MS. അതുകൂടാതെ MSO4. MSO4 എന്ന് പറഞ്ഞാലും മോർഫിൻ സൾഫേറ്റ് എന്നാണ് കേട്ടോ, മോർഫിൻ സൾഫേറ്റ്. അടുത്തത് MVA എന്താണ്? മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. ഇതാണ് മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് കേട്ടോ. MVC എന്താണ്? മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്പേഴ്സ് ഇതൊക്കെയാണ്. 173 173, 174 174, 175 175, 179 179, 184 184, 187 187, 188 188. ഒന്നുകൂടെ പറയാണ്. 173, 174, 175, 179, 184, 187, 188. ഓക്കെ, കിട്ടിയ നമ്പേഴ്സ്? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കും കേട്ടോ, ഒന്ന് വായിക്കേ. സോറി. നെക്സ്റ്റ് പേജിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് പേജ് 189 തൊട്ടാണ് കേട്ടോ.
189 തൊട്ട് 211 വരെ കേട്ടോ, 211 വരെയാണ്. വായിക്കാം നമുക്ക്. MVP എന്ന് പറഞ്ഞാൽ എന്താണ്? മിട്രാൽ വാൽവ് പ്രൊലാപ്സ് എന്നാണ് കേട്ടോ. മിട്രാൽ വാൽവ് പ്രൊലാപ്സ്, that means the improper closure of valves ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയ വാൽവുകൾ, ഓക്കെ, ഹൃദയ വാൽവുകളുടെ ശരിയായ രീതിയിൽ അല്ലാത്ത വാൽവുകളുടെ ഒരു ക്ലോഷർ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മിട്രാൽ വാൽവ് പ്രോലാപ്സ്, that means improper closure of the valves. നമ്മുടെ ഹൃദയത്തിന് വാൽവുകൾ ഉണ്ടല്ലോ, അതായത് ബൈക്കസ്പിഡ് വാൽവ് ഉണ്ട്, ട്രൈക്കസ്പിഡ് വാൽവ് ഉണ്ട്, സെമിലൂണാർ വാൽവുകളൊക്കെ ഉണ്ട്. അപ്പൊ വാൽവുകളുടെ തകരാറുകൾ, വാൽവ് ശരിയായ രീതിയിൽ എന്താ പറയുക പ്രോപ്പർ ആയിട്ടുള്ള ക്ലോഷർ ആണ് കേട്ടോ, അടഞ്ഞു പോകുന്ന അവസ്ഥ. അതാണ് മിട്രാൽ വാൽവ് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് N കേട്ടോ. ക്യാപിറ്റൽ N എന്താണ്? നോർമൽ ആണ് കേട്ടോ, നോർമൽ. ഓക്കെ, അടുത്തത് NA, ക്യാപിറ്റൽ N സ്മോൾ ലെറ്റർ A ആണ്. സോഡിയം കേട്ടോ, സോഡിയത്തിന്റെ സിമ്പൽ ആണ് Na. നേരത്തെ നമ്മൾ കാൽസ്യത്തിന്റെ പഠിച്ചിരുന്നു, K ആണ്. അതുപോലെ സോഡിയത്തിന്റെ സിമ്പൽ ആണ് Na ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് N, ക്യാപിറ്റൽ ലെറ്റർ NA അല്ലെങ്കിൽ N/A എന്താണ്? നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് കേട്ടോ. അപ്പൊ NA എഴുതി കഴിഞ്ഞാലും N/A എഴുതി കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. എക്സ്പാൻഷൻ എന്താണ്? നോട്ട് ആപ്ലിക്കബിൾ, അതാണ് നോട്ട് ആപ്ലിക്കബിൾ. അടുത്തത് NaCl, NaCl എന്താണ്? സോഡിയം ക്ലോറൈഡ്, അതാണ് സോഡിയം ക്ലോറൈഡ്, NaCl കേട്ടോ, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് NAD. NAD എന്താണ്? നോ അപ്പാരന്റ് ഡിസ്ട്രസ് അല്ലെങ്കിൽ നോ അപ്രീഷിയബിൾ ഡിസീസ് എന്നാണ് കേട്ടോ. നോ അപ്പാരന്റ് ഡിസ്ട്രസ്, എക്സ്പാൻഷൻ. മറ്റൊരെണ്ണം നോ അപ്രീഷിയബിൾ ഡിസീസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയത്തക്ക അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം? NAD എന്നാണ് നൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. നോ അപ്പാരന്റ് ഡിസ്ട്രസ് അഥവാ നോ അപ്രീഷിയബിൾ ഡിസീസ് എന്നാണ്. അടുത്തതാണ് NaHCO3, അതിൽ സിയും ഓയും ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. സിയും ഓയും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കേട്ടോ. NaHCO3 എന്നാണ്. സി ക്യാപിറ്റൽ ആണ്, O ക്യാപിറ്റൽ ആണ് കേട്ടോ. എന്താണ് അതിന്റെ എക്സ്പാൻഷൻ? സോഡിയം ബൈകാർബണേറ്റ് കേട്ടോ, സോഡിയം ബൈകാർബണേറ്റ്. നമ്മൾ ഈ അപ്പക്കാരം എന്ന് പറയുന്ന സംഭവം അതാണ് അത് കേട്ടോ. അപ്പക്കാരം അതാണ് കേട്ടോ, സോഡിയം ബൈകാർബണേറ്റ്. NaHCO3 കേട്ടോ, സോഡിയം ബൈകാർബണേറ്റ്. അടുത്തതാണ് NC. NC എന്താണ്? നെയ്സൽ കാനുല. നെയ്സൽ കാനുല കണ്ടിട്ടില്ലേ? മൂക്കിനകത്ത് വെക്കുന്ന ഒരു കാനുല. അതെന്തിനു വേണ്ടി? ഓക്സിജൻ ഒക്കെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂക്കിനകത്ത് വെക്കുന്ന ഒരു എന്താ പറയാ മെഡിക്കൽ ഡിവൈസ് ആണ് കേട്ടോ, നെയ്സൽ കാനുല, NC. അടുത്തതാണ് NG. NG എന്താണ്? നാസോ ഗാസ്ട്രിക്, ദാറ്റ് മീൻസ് അതും ഒരു ട്യൂബാണ്. എ ട്യൂബ് ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ത്രൂ ദ നോസ് ടു ദ സ്റ്റൊമക്ക് അല്ലെ. അതായത് നമ്മുടെ നോസിലൂടെ അകത്തേക്ക് കയറ്റി നമ്മുടെ സ്റ്റൊമക്ക് ഉണ്ടല്ലോ ആമാശയം വരെ എത്തുന്ന ഒരു ട്യൂബാണ് കേട്ടോ, നാസോ ഗാസ്ട്രിക് എന്ന് പറയാം, നാസോ ഗാസ്ട്രിക്. അടുത്തത് NICU, നമ്മൾ പഠിച്ചതാണ്, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, അടുത്തത് NIDDM എന്താണ്? നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. നേരത്തെ നമ്മൾ IDDM പഠിച്ചിരുന്നു, ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. NIDDM എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. ടൈപ്പ് 2 പ്രമേഹമാണ് കേട്ടോ. ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുമ്പോൾ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതിനെ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ബോഡിക്ക് കഴിയാത്തൊരവസ്ഥ, അതാണ് ടൈപ്പ് 2 പ്രമേഹം കേട്ടോ. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളെ തന്നെ നശിപ്പിക്കുന്ന അറ്റാക്ക് ചെയ്യുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഓക്കെ, ഇൻസുലിൻ നമ്മുടെ സംഭവം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, കാരണം അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിനെ തന്നെ അറ്റാക്ക് ചെയ്ത് വെച്ചേക്കാം. സോ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അത് ടൈപ്പ് 1. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഇൻസുലിനെ നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉപയോഗിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ, അതാണ് ടൈപ്പ് 2 പ്രമേഹം കേട്ടോ, നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. അടുത്തത് NKA. NKA എന്താണ്? എക്സ്പാൻഷൻ നോ നോൺ അലർജീസ് എന്നാണ് കേട്ടോ, നോ നോൺ അലർജീസ്. ഓക്കെ, അടുത്തത് NKDA എന്താണ്? നോ നോൺ ഡ്രഗ് അലർജീസ് എന്നാണ് കേട്ടോ, നോ നോൺ ഡ്രഗ് അലർജീസ്. അടുത്തത് NPA എന്താണ്? നാസോ ഫാരിൻകെയിൽ എയർവേ. നാസോ ഫാരിൻകെയിൽ എയർവേ എന്ന് പറയുന്ന ഒരു
നാരോ ആയിട്ടുള്ള ഒരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബാണ്. നാസോ എന്ന് പറയുമ്പോൾ ഇതിലൂടെ ഇറക്കുന്നുണ്ടാകാം ട്യൂബിലൂടെ, അല്ലെ സോറി നോസിലൂടെ, മൂക്കിലൂടെ ഡൗൺ ദ ഫാരിങ്സ്, നമ്മുടെ ഈസോഫാരിങ്സ് ഒക്കെ വഴി ഫാരിങ്സ് നമ്മുടെ ത്രോട്ട് അല്ലെ, അതായത് ഫാരിങ്സ് വഴി ഇറക്കുന്ന ഒരു എന്താ പറയാ ട്യൂബാണ് കേട്ടോ നാസോ ഫാരിംഗെയിൽ എയർവേ എന്ന് പറയുന്നത്. ഓക്കെ, NPO എന്താണ്? നിൽ പെർ ഓയിസ് എന്നാണ് കേട്ടോ, നിൽ പെർ ഓയിസ്. ഓക്കെ, ഇന്ന് ഇത്രയും മതി. ഞാൻ നമ്പേഴ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. NPO. ഓക്കെ, 203 വരെ പറഞ്ഞ് നിർത്താണെന്ന്. ഈ പേജില് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഈ പേജിനകത്ത് 192, 192 192, 193 193, 196 196, 198 198, 207 207, 210 210. ഒന്നുകൂടെ നമ്പേഴ്സ് പറയാണ്. 192, 193, 196, 198, 207, 210. ഇത്രയും നമ്പേഴ്സ് ഈ പേജിനകത്ത് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഞാന് ഇന്ന് നമ്മൾ എടുത്തേണ്ട നമ്പേഴ്സുകള് ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. കിട്ടാത്തവരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 75 തൊട്ടല്ലേ പറയാൻ പറഞ്ഞത്? ഇതല്ലേ ചോദിച്ചത്? ഓക്കെ, അപ്പൊ നമുക്ക് 75 തൊട്ടുള്ളത് ഇന്ന് എടുത്തത് വരെ ജസ്റ്റ് മാർക്ക് ചെയ്ത നമ്പേഴ്സ് ഒന്നുകൂടെ. 203 ഇല്ല കേട്ടോ, 203 വരെ ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒന്ന് നമ്പേഴ്സ് നോട്ട് ചെയ്തോ. 75 അബ്രീവിയേഷന്റെ 75 തൊട്ടുള്ള നമ്പേഴ്സ് ആണ് പറയുന്നത് കേട്ടോ. മാർക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. അബ്രീവിയേഷന്റെ 75, 76, 76, 79, 80, 84, 89, 92, 96. നോട്ട് ചെയ്ത് വെക്കാണ്ടോ? സ്നേഹയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹയൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. നമ്പേഴ്സ് പറയുന്നുണ്ട്. അബ്രീവിയേഷൻസിൽ അടുത്തത് 98, 100, 104 104, 105, 109, 110 110. പിന്നെ എന്താണ് 113 113, 117 117, then 122, 123, 124, 127, 129, 130, 135, 141, 142. പിന്നെ പറഞ്ഞത് 147, 152, 147 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നോ? ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. 147 മാർക്ക് ചെയ്യണോ കേട്ടോ. 147 IV ഇൻട്രാവെനസ് മാർക്ക് ചെയ്യണോ കേട്ടോ. അത് നേരത്തെ പറഞ്ഞിട്ടല്ലേ? ഓക്കെ, തോന്നിയത് 147 ഉണ്ട് കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്യല്ലേ IV. ഓക്കെ, 152, 153, 161, 164. നെക്സ്റ്റ് പേജില് 173, 174, 175, 179, 184, 187, 188. നെക്സ്റ്റ് പേജില് 192, 193, 196, 198, 207 207, 210 210. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് മാർക്ക് ചെയ്തത് വരെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കിട്ടിയ എല്ലാവർക്കും നമ്പേഴ്സ് ഒക്കെ കിട്ടിയ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? മ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഓക്കെ, ശരിയല്ലോ. താങ്ക് യു. Thank you, ma'am.